അതായത് സുകുമാരൻ നായർ എന്ന അനുമതി നിശ്ചയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു പ്രത്യേക ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞത് ഞാനാണ് ജനറൽ സെക്രട്ടറി, ഞാനാണ് പ്രസ്താവ പരാമർശം കേട്ടു എന്നും കരുതുന്നു. ഇല്ല, ഉപരാഷ്ട്രപതി BJP അതായത് സുരേഷ് ഗോപി ഒരുമിച്ച് അങ്ങ് പറയുകയാണ് NSSനകത്ത് ശുദ്ധി വരണം, അവിടെ ഈ പെരുന്നയിൽ ശുദ്ധി വരേണ്ടത് അനിവാര്യമെന്നൊക്കെ. ഇത് ഞാൻ ഇക്കാര്യം കേട്ടിട്ടേ ഇല്ല. നിലപാട് സ്വീകരിക്കുന്നവരെ അതെ, അപ്പൊ കേരളത്തിലെ നേതൃത്വം ഇതിനെ കുറിച്ച് പറയും. അതാണ് ഞാൻ NSSുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ ഞാൻ പറയേണ്ടത് ആവശ്യമില്ല. അത് തന്നെ, അതെ അതെ, ഞാനത് നോക്കട്ടെ, ഞാൻ ശ്രദ്ധിക്കട്ടെ. പത്രം രാവിലെ എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് വായിക്കണം, കമ്മിറ്റി തുടങ്ങുന്നതിന് വായിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, ഞാൻ പിന്നെ മീറ്റ് ദി പ്രസ് ഉണ്ട് നാളെ, ആ സമയത്ത് നമുക്ക് സംസാരിക്കാം ഒരു ദിവസം. അല്ല, ഇപ്പം തെരഞ്ഞെടുപ്പ് പിന്നെ വിശദമായിട്ട് ഓരോ സംസ്ഥാന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്ത് അയച്ചു തന്ന തെരഞ്ഞെടുപ്പ് അവലോകനം എന്താണ്, ഈ പിന്നെ കേരളത്തിലെ തിരിച്ചടി, ബംഗാളിൽ BJP ജയിക്കുന്നു, തമിഴ്നാട്ടിൽ പുതിയ സ്ഥിതി ഉണ്ടായിരിക്കുന്നു, ഇതൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് ആ സംസ്ഥാന കമ്മിറ്റികൾ ചർച്ച ചെയ്തു. ഇവിടുന്ന് അഖിലേന്ത്യാ കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തിട്ടാണ് ഈ യോഗങ്ങൾ എല്ലാം നടന്നത്. ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും വിശേഷിച്ച് ആസാമിലുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് PBയുടെ റിപ്പോർട്ട് ഇന്നലെ കേന്ദ്ര കമ്മിറ്റി ചർച്ച പൂർത്തിയാക്കി. തോൽവിയിൽ നിന്നും കൂടുതൽ പഠിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ സംഭവമാണ്. അല്ല, അതെല്ലാം ഇന്ന് CC മീറ്റിംഗ് ഇന്ന് കഴിയത്തില്ലേ ഉള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, മറുപടി പറഞ്ഞ് റിപ്പോർട്ട് അംഗീകരിക്കണ്ടേ കേന്ദ്ര കമ്മിറ്റി. ഇന്നാണ് അത് കേന്ദ്ര കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ ഇപ്പം ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പം പകുതി നൽകുന്നതിനകത്ത് ഭയങ്കര ഒരു വൈകലുണ്ട്. അപ്പം അതുകൊണ്ട് പല പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇപ്പോൾ ആളില്ല, വെൽഫെയർ ബോർഡുകളിലടക്കം ആളുകളില്ല എന്നുള്ളൊരു ഇതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് എന്താണ് ഇന്നലെ ഈരാജി ഈ വിഷയത്തിലും പറഞ്ഞത് സഹായിച്ച ശക്തികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അല്ല, ഒന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റിനെ ആര് നയിക്കണമെന്നുള്ളതിനെ കുറിച്ച് ആ പാർട്ടിക്കുള്ളിലും ആ മുന്നണിക്കുള്ളിലും നടന്ന വിഷയങ്ങളെല്ലാം ഞാനൊന്നും അതിനെക്കുറിച്ച് പറയുന്നത്, അതെല്ലാം നിങ്ങൾക്ക് അറിയുമല്ലോ. അതുപോലെ ഓരോ കാര്യത്തെക്കുറിച്ചും പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ ആരെ നിയമിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ആ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല ആക്ഷേപങ്ങളുമുണ്ട്, അഴിമതിയടക്കം. അതെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടുത്തെ നേതാക്കന്മാർ കൂടുതൽ പറയും. എന്തായാലും UDF വരുമ്പോൾ കാര്യങ്ങൾ പിന്നെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലൊക്കെ ആകുമെന്ന് കുറച്ച് ആളുകൾ വോട്ടെടുപ്പിന്റെ സമയത്ത് തീരുമാനിച്ചിരുന്നു. അവർക്കിപ്പോൾ നിരാശ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതി.